വർഷങ്ങൾ കടന്നുപോയി. അമ്മുവിന്റെ മരണവും വേണുവിന്റെ അപകടവും ആ രണ്ട് കുടുംബങ്ങളെയും ആഴത്തിൽ തകർത്തിരുന്നു. എന്നാൽ സമയം എല്ലാത്തിനെയും പതുക്കെ മാറ്റി തുടങ്ങി. ഇതുവരെ കുട്ടികൾ ജനിക്കാതിരുന്ന നന്ദഗോപാലും ഗൗരിയും ചേർന്ന് അമ്മുവിന്റെ കുഞ്ഞിനെ സ്വന്തം മകളായി വളർത്തി. അവൾക്ക് അവർ അമൃത എന്ന് പേരിട്ടു, അമ്മുവിന്റെ ഓർമ്മയായി. അമൃത വളർന്നത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഇടയിലാണ്. പക്ഷേ അവളുടെ ജനനകഥയിലെ ദുഃഖം വീട്ടിലെ ഓരോ കോണിലും നിഴലായി ഉണ്ടായിരുന്നു. ഗൗരി തന്റെ സഹോദരൻ വേണുവിന്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മുക്തയായില്ല. എന്നാൽ അമൃതയുടെ ചിരി അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. നന്ദഗോപാൽ തന്റെ പഴയ തെറ്റുകൾ മനസ്സിലാക്കി. അമിതമായ സംരക്ഷണവും സംശയവും ആപത്താണെന്ന് മനസ്സിലാക്കിയ നന്ദഗോപാൽ ഇനി അമൃതയ്ക്ക് സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും നൽകാൻ ശ്രദ്ധിച്ചു. അമൃത വളർന്ന് ബുദ്ധിമതിയായ ഒരു യുവതിയായി. അവൾക്ക് അമ്മുവിന്റെ രോഗമായിരുന്ന അപസ്മാരമില്ലായിരുന്നു. അത് കുടുംബത്തിന് ഒരു വലിയ ആശ്വാസമായി. പക്ഷേ അമ്മയുടെ ജീവിതം അവൾക്കൊരു പാഠമായി. അവൾ മെഡിസിൻ പഠിക്കാൻ തീരുമാനിച്ചു, പ്രത്യേകിച്ച് ന്യൂറോളജി, അമ്മുവിനെ പോലെയുള്ള രോഗികൾക്ക് സഹായമാവാൻ. ഒരു ദിവസം പഴയ വീട്ടിൽ പഴയ ഫോട്ടോകൾ നോക്കുമ്പോൾ അമൃത അമ്മുവിന്റെയും വേണുവിന്റെയും കഥ മുഴുവനായി അറിയുന്നു. അതിൽ അവൾക്ക് വേദന തോന്നിയെങ്കിലും അവൾ ഒരു തീരുമാനമെടുക്കുന്നു. എന്റെ അമ്മയുടെയും അച്ഛന്റെയും ജീവിതം പോലെ ആരും ദുരിതത്തിൽപ്പെടരുത്. അവൾ പിന്നീട് ഒരു ഡോക്ടറായി മാറി. അപസ്മാരമുള്ള രോഗികൾക്കായി ഒരു ചെറിയ ക്ലിനിക് ആരംഭിച്ചു. അതിന് അവൾ പേര് നൽകി അമ്മു കെയർ സെന്റർ. ആ ഉദ്ഘാടന ദിവസം നന്ദഗോപാലും ഗൗരിയും കണ്ണീരോടെ അവളെ ആശീർവദിച്ചു. അവരുടെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളും വേദനകളും കുറ്റബോധങ്ങളും എല്ലാത്തിന്റെയും ഒരു അർത്ഥം കണ്ടെത്തിയ നിമിഷമായിരുന്നു അത്. അമൃത കടൽ തീരത്ത് നിന്നുകൊണ്ട് രാമേശ്വരത്തെ നോക്കി. അവളുടെ അമ്മയുടെ അവസാന യാത്ര നടന്ന അതേ സ്ഥലത്തേക്ക്. അവൾ ശാന്തമായി പറയുന്നു, അമ്മേ, ഞാൻ അമ്മയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയല്ല, ഞാനത് മാറ്റുകയാണ്. അവളുടെ കണ്ണുകളിൽ ദുഃഖമല്ല, ഒരു പുതിയ തുടക്കത്തിന്റെ പ്രകാശമാണ്.